മണലൂരിൽ കളം നിറഞ്ഞ രവീന്ദ്രൻ മാഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പര്യടനം തുടരുന്നു. സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ ആദ്യകാല നേതാക്കളുടെയും മൺമറഞ്ഞ സാംസ്കാരിക പ്രവർത്തകരുടെയും ഭവനങ്ങൾ സന്ദർശിച്ച് സൗഹൃദം പുതുക്കിയും ചൊവ്വാഴ്ച മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രവീന്ദ്രൻ മാസ്റ്റർ പര്യടനം നടത്തി. ഉച്ചതിരിഞ്ഞ് 3:30 കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. കവിയും ഗാനരചയിതാവുമായ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭവനത്തിലെത്തിയ രവീന്ദ്രൻ മാഷെ കവയിത്രിയുടെ ഭാര്യ സരസ്വതി സ്വീകരിച്ചു. 10 മിനിറ്റോളം ചൊവ്വലൂരിന്റെ വസതിയിൽ ചെലവഴിച്ച ശേഷം ചൊവ്വലൂർ ജുമാ മസ്ജിദിലും തുടർന്ന് ആദ്യകാല നേതാക്കളുടെ ഭവനങ്ങളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥന നടത്തി. സ്ഥാനാർത്ഥി പര്യടനം 2 റൗണ്ട് പിന്നിടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് സി രവീന്ദ്രനാഥ് CCTVയോട് പറഞ്ഞു. നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ള ഒരു ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടും എന്നത് ഒരു സംശയവുമില്ലാതെ ഈ 2 റൗണ്ടുകളിൽ നിന്നും ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടതു സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തികൾ തുടരുവാൻ വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തികൾ തുടരേണ്ടതുണ്ടെന്നും മാഷ് വ്യക്തമാക്കി. അത് ജനങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രാഷ്ട്രീയം പറയുന്നൊരു സമൂഹത്തിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു എതിർപ്പും സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഒരു സംശയവുമില്ലാതെ ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. കനത്ത ചൂടിനെ മറികടക്കാൻ ഓരോ പ്രദേശത്തും പ്രവർത്തകരുടെ ആവേശമാണ് തനിക്ക് കരുത്താകുന്നതെന്നും രവീന്ദ്രൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഞാൻ 5ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോൾ, അവരുടെ ആവേശത്തോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. കാരണം അവർ വളരെ ചുറുചുറുക്കോടുകൂടിയും ആവേശത്തോട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആവേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ചൂട് എന്നുള്ളതൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും അത് അനുകൂലമായിട്ട് പ്രവർത്തകരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. വളരെ പ്രസക്തമാണ്. സ്വകാര്യ സന്ദർശനങ്ങളായിട്ടും ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് മാഷെ സ്വീകരിക്കുവാനായി എത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AN സജീവൻ, സുധീർ പണിക്കപ്പറമ്പിൽ, വിനു ജോൺസൺ, UM ഗോപകുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പാവർട്ടി, പാലുവായ്, തൈക്കാട് എന്നിവിടങ്ങളിലെ സന്ദർശന ശേഷം കണ്ടാണശ്ശേരിയിൽ പര്യടനം നടത്തിയ രവീന്ദ്രൻ മാഷ് മറ്റം, ചൂണ്ടൽ, കേച്ചേരി എന്നിവിടങ്ങളിലെ വിവിധ മേഖലകളിലും സന്ദർശനം നടത്തി.